ഇന്ന് സർവ്വസാധാരണമായിട്ട് ആളുകളിൽ കാണപ്പെടുന്ന ഒരു പ്രയാസമാണ് മുട്ടുവേദനയും എല്ല് തേയ്മാനവും. എന്താണ് ഇതിന് കാരണം? നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റവും പോഷകാഹാരക്കുറവുമാണ് ഇതിന് കാരണം. ഇതിന് പരിഹാരമായിട്ട് ഞാൻ നിങ്ങളെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് പരിചയപ്പെടുത്തുന്നു. വെൽ ഗ്ലൂക്കോസമൈൻ. ഗ്ലൂക്കോസമൈൻ്റെ ജൈവ രൂപമാണിത്. കുരുമുളകിലടങ്ങിയ ബയോപറിനും മഞ്ഞളിലടങ്ങിയ കുർക്കുമിനും കുന്തിരിക്കത്തിലടങ്ങിയ ബോസ്വലിയും സെലീനിയം പോലെ ധാതുക്കളും ഇതിലടങ്ങിയിട്ടുണ്ട്. തികച്ചും പ്രകൃതിദത്തമായ സപ്ലിമെന്റ് 2 നേരം വെച്ച് ഈ ബുദ്ധിമുട്ടുള്ളവർ എടുക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു. നമ്മുടെ കാൽമുട്ടിൽ വരുന്ന തേയ്മാനം അല്ലെങ്കിൽ കേടുപാടുകൾ എന്നെല്ലാം പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് വരുന്നതാണ്. വെറും പൊണ്ണത്തടിയോ അല്ലെങ്കിൽ അമിതമായുള്ള വണ്ണമോ വാർദ്ധക്യം കാരണമോ വരുന്നതും മാത്രമല്ല, അധികമായി ഷുഗർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രഷർ ഉണ്ടെങ്കിൽ, പലപ്പോഴും കൊളസ്ട്രോൾ അധികമാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ കാൽമുട്ട് തേയ്മാനം എന്ന് പറയുന്നത്. കാൽമുട്ട് തേയ്മാനമുള്ളവർക്ക് ഷോൾഡറിലോ അല്ലെങ്കിൽ ചെറുവിരലിലോ പോലും വരുന്ന ഒരു ബുദ്ധിമുട്ടാണത്. അതിനുള്ള വളരെ നല്ലൊരു വിറ്റമിൻ അല്ലെങ്കിൽ ഒരു സപ്ലിമെന്റ് എന്ന് പറയുന്നതാണ് ഗ്ലൂക്കോസമീൻ എന്ന് പറയുന്നത്. ഞാൻ വിലാസിന് 68 വയസ്സായി. എനിക്ക് ഒരു വേദനയായിട്ട് ഞാൻ 2-3 ഡോക്ടറെ അടുത്ത് പോയിരുന്നു. പക്ഷെ എനിക്കൊരു മാറ്റം വന്നില്ല. ഗുളിക കഴിച്ചിട്ട് ഇതിലത്തെ പ്രോട്ടീൻ പൊടി, കാൽസ്യ ഗുളിക, മുട്ടുവേദനയ്ക്ക് ഗ്ലൂക്കോസമൈൻ ഗുളിക കഴിച്ചപ്പോൾ കംപ്ലീറ്റ് മാറി. അതുകൊണ്ട് ഞാൻ കുറേ ആൾക്കാർക്ക് ഞാൻ ഈ പ്രോഡക്റ്റ് കൊടുത്തിട്ട് നല്ല മാറ്റമുണ്ട്, നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾക്ക് ജന്മനാൽ ദൈവം തന്നിട്ടുള്ള ഒരു വരദാനമാണ് ഈ ഗ്ലൂക്കോസമൈൻ. ഇത് നമ്മളുടെ എല്ലാ കാർട്ടിലേജസും സ്മൂത്ത് ആയിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം തന്നെ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു പ്രായം കഴിയുമ്പോൾ ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇപ്പൊ ചെറിയ കുട്ടികളുടെ ഹാർട്ട് ബീറ്റ് മാത്രമല്ല പ്രായമുള്ള ആളുകളുടെ ഹാർട്ട് ബീറ്റ്. ചെറിയ കുട്ടികളുടെ അല്ലെങ്കിൽ ഒരു 30 വയസ്സായിട്ടുള്ള ഒരു ലേഡിയുടെ യൂട്രസ് മാതിരിയല്ല ഒരു 60 വയസ്സായിട്ടുള്ള ലേഡിയുടെ യൂട്രസ്. പ്രായം കഴിയും തോറും അവരുടെ ഈ ഇന്റേണൽ ഓർഗൻസിന് ചെറിയ ചെറിയ ക്ഷീണം സംഭവിക്കും. അതേമാതിരി ഒരു പ്രായം കഴിയുമ്പോൾ ചില ആളുകളിൽ കണ്ടുവരുന്നതാണ്. ചില ആളുകൾ, ഒരുവിധം എല്ലാവർക്കും ഈ ഒരു പ്രോബ്ലം ഇന്നുണ്ട്. ഈ ഗ്ലൂക്കോസമൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു കണ്ടന്റ് നമ്മുടെ ശരീരം പതുക്കെ ഉൽപാദനം കുറയ്ക്കും. ചിലർക്ക് നിൽക്കും, ചിലർക്ക് കുറയ്ക്കും. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഡയബറ്റിസ് എന്ന് പറഞ്ഞ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഒരു സിൻഡ്രോം അല്ലെങ്കിൽ ഒരു ഡിസീസ് വരാൻ കാരണമായത് അതൊരു വൈറസോ ബാക്ടീരിയോ അല്ല. ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപാദനം, നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോണിന്റെ ഉൽപാദനം കുറഞ്ഞപ്പോഴാണ് അല്ലെങ്കിൽ നിന്നപ്പോഴാണ് ഈ ഡയബറ്റിസ് എന്ന് പറഞ്ഞ പ്രോബ്ലം ആളുകൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അതേമാതിരി നമ്മളുടെ ഈ കാർട്ടിലേജസിന്റെ ഉള്ളിൽ നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന ഗ്ലൂക്കോസമൈൻ്റെ അളവ് കുറഞ്ഞപ്പോ ആളുകൾക്ക് ഈ ജോയിന്റ് പെയിൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാവാം. നിങ്ങൾക്ക് മുട്ടുവേദനയുണ്ടെങ്കിൽ അല്ലെങ്കിൽ തേയ്മാനം കാരണം വരുന്ന മുട്ടുവേദനയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വളരെ നല്ല സപ്ലിമെന്റ് ആണ് ഗ്ലൂക്കോസമീൻ എന്ന് പറയുന്നത്. ഈ ഒരു ഗ്ലൂക്കോസമീൻ ആ ഒരു ഭാഗത്തുള്ള നീർക്കെട്ട് മാറ്റുമെന്ന് മാത്രമല്ല, അവിടെ ഉണ്ടാവേണ്ട ദ്രാവകങ്ങൾ, സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ദ്രാവകം, അതേപോലെ തന്നെ കാർട്ടിലേജ് എന്ന് പറയുന്ന മുട്ടിന്റെ മേലെയുള്ള കവറിങ്, ഇതിനെല്ലാം പുനർനിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു വളരെ നല്ല കാര്യമാണ് ഗ്ലൂക്കോസമീൻ. എൻ്റെ പേര് ജലജ നായർ. ഞാൻ ഡോംബിയിൽ താമസിക്കുന്നത്. എനിക്ക് മുട്ടുകാലിന് ഭയങ്കര പ്രശ്നമായിരുന്നു, സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും. അപ്പോൾ ഡോക്ടർ രാജേഷ് സർ എന്നോട് പറഞ്ഞു, നമ്മുടെ ഗ്ലൂക്കോസമൈൻ, കാൽഷ്യം, മൾട്ടിവിറ്റാമിൻ, വിറ്റാമിൻ D3 ഇത് കഴിച്ചപ്പോൾ എനിക്ക് നല്ലോണം വിട്ടുമാറി എന്നാണ് പറയും. ഒട്ടുമില്ല, എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങാനും കയറാനും ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. താങ്ക് യു രാജേഷ് സർ, താങ്ക് യു മോദി സർ.